അസ്സാം വലൈക്കും. MSFന്റെ കോഡൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഷെരീഫ് മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ഗ്രൂപ്പിൽ നേരത്തെ ഏറ്റ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് വൈകിയത്, ക്ഷമിക്കണം. ഇന്നലെ KN ഷാനവാസ് വിളിച്ചു പറഞ്ഞപ്പോൾ ഷാനവാസിനോടുള്ള സ്നേഹം കൊണ്ട് ഏറ്റതാണ്. വളരെ ചുരുക്കി കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ ഓർക്കാനുള്ള MSFകാരുടെ ഈ ഉദ്യമം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഗതകാല ചരിത്രമെന്ന് പറയുന്നത് മഹാന്മാരായ ഒരുപാട് നേതാക്കന്മാരുടെ നേതൃത്വത്താൽ സമ്പന്നമായതാണ്. അതുകൊണ്ട് അഭിമാനിക്കാനേറെ വകയുള്ള ചരിത്രമാണ് മുസ്ലിം ലീഗിന് 70 കൊല്ലം കൊണ്ട് അവതരിപ്പിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഖായിദുൽ ഖൗം എന്ന് സമുദായം സ്നേഹത്തോടെ വിളിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അദ്ദേഹം നേരിട്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗമുണ്ട്. 1943 മദ്രാശി നിയമസഭയിലേക്കൊരു തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് രാജ്യത്ത് ഇടക്കാല ഗവൺമെൻറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ വ്യത്യസ്ത പ്രവിശ്യകളിലും. മദ്രാശി സംസ്ഥാനത്തും ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിലേക്ക്, ആ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കുറുമ്പ്രനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് പോക്കർ സാഹിബാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി യുവാവും അഭിഭാഷകനുമായ പോക്കർ സാഹിബ് മത്സരരംഗത്ത് വന്നപ്പോൾ ധാരാളം ചെറുപ്പക്കാർ ആവേശഭരിതരായി പോക്കർ സാഹിബിൻ്റെ കൂടെ മുദ്രാവാക്യം വിളിച്ച് അണിനിരന്നു. അത്യധികം ആവേശത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളായിരുന്നു. ആറ്റക്കോയ തങ്ങൾ ബാഫക്കി തങ്ങളുടെ അളിയനാണ്, ഭാര്യ സഹോദരനാണ്. പോക്കർ സാഹിബിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് സീതി സാഹിബാണ്. സീതി സാഹിബും ആറ്റക്കോയ തങ്ങളും തമ്മിൽ നടന്ന രൂക്ഷമായ തെരഞ്ഞെടുപ്പ്, അതിശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ പോക്കർ സാഹിബ് പരാജയപ്പെട്ടു പോയി. ആറ്റക്കോയ തങ്ങൾ വിജയിച്ചു. പോക്കർ സാഹിബ് പരാജയപ്പെടാൻ കാരണം അന്ന് വോട്ടവകാശമുള്ളത് നികുതി അടക്കുന്നവർക്ക് മാത്രമാണ്. നികുതി ഷീട്ടുള്ളവർക്ക് വോട്ടവകാശമുള്ളൂ. നികുതി അടക്കണമെങ്കിൽ സ്വന്തമായി സ്വത്ത് വേണം. സ്വത്തുക്കൾ പിതാക്കന്മാർക്കാണ് ഉണ്ടാവുക, മക്കൾക്കുണ്ടാവില്ല. മക്കൾക്ക് ആവേശം മാത്രവും അവരുടെ രക്ഷിതാക്കൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വോട്ടവകാശമുള്ളവർ ഭൂരിപക്ഷവും ആറ്റക്കോയ തങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോൾ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് പോക്കർ സാഹിബിന് കിട്ടിയത്. സീതി സാഹിബ് വല്ലാതെ പ്രയാസപ്പെട്ടു. അദ്ദേഹം ആ സന്നിഗ്ധ ഘട്ടത്തിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഇനി എത്ര കാലം ഞാൻ പ്രവർത്തിക്കണം, എത്ര കാലം ഞാൻ കാത്തിരിക്കണം, അള്ളാഹുവേ നീ സഹായിക്കില്ലേ എന്ന പ്രാർത്ഥന. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ വിജയിച്ച സന്തോഷത്തിലാണ് ബാഫക്കി തങ്ങൾ. കാരണം അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പിന്തുണച്ച സ്ഥാനാർത്ഥിയാണ്. ബാഫക്കി തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാകേണ്ട സന്ദർഭമാണ്. പക്ഷേ ബാഫക്കി തങ്ങൾ സന്തോഷിക്കുകയായിരുന്നില്ല ചെയ്തത്. സീതി സാഹിബിൻ്റെ പ്രാർത്ഥന മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനുള്ള വഴികൾ കാണിച്ചു തരണേ അള്ളാഹുവേ എന്നാണ്. ബാഫക്കി തങ്ങളും തൻ്റെ പുതിയങ്ങാടിയിലെ വസതിയിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു.
എന്താണ് പ്രാർത്ഥന എന്നറിയോ? പോക്കർ സാഹിബ് പരാജയപ്പെട്ടു. പോക്കർ സാഹിബ് മാത്രമല്ല, മുസ്ലിം ലീഗും പരാജയപ്പെട്ടു. മുസ്ലിം ലീഗ് സമുദായത്തിന്റെ പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ പരാജയപ്പെട്ടത് സമുദായമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ തന്നെയല്ലേ പരാജയപ്പെട്ടത്? ഞാനും സമുദായത്തിന്റെ ഭാഗമല്ലേ? അള്ളാഹുവെ, എൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചോ? എങ്കിൽ അതിന് പരിഹാരം കാണിച്ചു തരണേ അള്ളാഹുവെ എന്ന പ്രാർത്ഥന. അങ്ങനെയാണ് നമ്മുടെ നേതാക്കന്മാർ. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം പോലെ ഒരു മാർഗം തെളിഞ്ഞു വരികയും ചെയ്യും. ആ മാർഗത്തിലൂടെ അവർ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഒരു കാലത്തും സമുദായം പഴച്ചു പോയിട്ടില്ല. സമുദായത്തിന്റെ സംഘടനയും പഴച്ചു പോയിട്ടില്ല. അത് പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് MSFകാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുക മാത്രമല്ല, സങ്കടം വരുമ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ അഭയം തേടാൻ നാം പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടേണ്ട ഗുണപാഠം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സീതി സാഹിബ് എന്താണ് ചെയ്തതെന്ന് അറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം ബാഫക്ക് തങ്ങളെ പോയി കാണാൻ തീരുമാനിച്ചു. ഇന്നത്തെ കാലത്ത് അത് സാധിക്കുമോ? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ഒരാളെ നമ്മൾ ആരെങ്കിലും പോയി കാണുമോ? നമ്മുടെ നേതാക്കന്മാർ ആരെങ്കിലും പോയി കാണുമോ? കാണില്ല. അടങ്ങാത്ത ദേഷ്യമല്ലേ നമുക്കുണ്ടാവുക? എന്നാൽ സീതി സാഹിബ് ബാഫക്ക് തങ്ങളെ പോയി കാണുന്നു. എന്തിനാ കാണുന്നത്? അവർ തമ്മിൽ കണ്ട് സലാം പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. സീതി സാഹിബ് ബാഫക്ക് തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുന്നു. ബാഫക്ക് തങ്ങളോ ഒരു നിമിഷം ആലോചിക്കാതെ, കാരണം ബാഫക്ക് തങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൽ ചേരാൻ, സീതി സാഹിബ് ക്ഷണിക്കുന്നു. ബാഫക്ക് തങ്ങൾ ക്ഷണം സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഭാഗമാകുന്നു. മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അറക്കൽ രാജാവ് അബ്ദുറഹ്മാൻ അലി രാജ ആയിരുന്നു. ആദ്യത്തെ ജനറൽ സെക്രട്ടറി സത്താർ സേട്ടു സാഹിബായിരുന്നു. അദ്ദേഹം മലബാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേന്ദ്ര നിയമസഭയിലേക്ക് 2 വട്ടം ജയിച്ചു പോയ നേതാവാണ്. ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 1934-ലും അതിനുശേഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി 1946-ലും അദ്ദേഹം ഡൽഹിയിലേക്ക് ജയിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ ജനറൽ സെക്രട്ടറി. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രമായി. സത്താർ സേട്ടു സാഹിബ് പാകിസ്ഥാനിലേക്ക് പോയി. അബ്ദുറഹ്മാൻ അലി രാജാവ് മരണപ്പെടുകയും ചെയ്തു. മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പുതിയ പ്രസിഡന്റായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ചുമതലയേറ്റു. ജനറൽ സെക്രട്ടറിയായി KM സീതി സാഹിബും സ്ഥാനമേറ്റു. ആ സ്ഥാനാരോഹണത്തോടുകൂടി മലബാറിലെ മുസ്ലിം ലീഗിന്റെ പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്. ഏറ്റവും ജനകീയനായ ബാഫക്കി തങ്ങളും ഏറ്റവും ബുദ്ധിമാനായ സീതി സാഹിബും തോളോട് തോൾ ചേർന്ന് മലബാറിലെ ഗ്രാമാന്തരങ്ങളിൽ മുസ്ലിം ലീഗിനെ വേരുപിടിപ്പിക്കാൻ വേണ്ടി ത്യാഗനിർഭരമായ പോരാട്ടം നടത്തി, പടയോട്ടം നടത്തി. അങ്ങനെ മുസ്ലിം ലീഗ് മലബാറിൽ ശക്തിപ്പെട്ടു വന്നു. മദ്രാശി നിയമസഭയിൽ 29 MLA-മാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം പലരും രാജിവെച്ച് പോയി മുസ്ലിം ലീഗിൽ നിന്ന്. MB ഹൈദ്രോസ് വക്കീൽ രാജിവെച്ച് പോയി. PP ഹസൻ കോയ MLA രാജിവെച്ച് പോയി. 8ഓളം MLA-മാർ ഒന്നിച്ച് രാജിവെച്ച് പോയി. 1950-ൽ കോയപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജി മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച MLA-ആയ അഹമ്മദ് കുട്ടി ഹാജി മരണപ്പെട്ടു. മത്സരിക്കാൻ ഒരാൾ പോലും പിൻഗാമിയായി വരാൻ സന്നദ്ധമല്ലാത്ത ഒരു കാലം. ആരുമുണ്ടായിരുന്നില്ല മത്സരിക്കാൻ. 2 വട്ടം KTM മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് ഡെക്കാൻ ഹെറാൾഡ് പത്രത്തിൽ പരസ്യം കൊടുത്തു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മദ്രാശി നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആരും തയ്യാറായില്ല. മുസ്ലിം ലീഗ് ആവുക അത്രമേൽ സാഹസമായിരുന്നു. മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ
അത് ജീവിതം പണയപ്പെടുത്തുന്നതിന് തുല്യമാണ്, ജീവൻ അപകടത്തിലാകുന്നതിന് തുല്യമാണ്. അത്രമേൽ ഭീതിതമായ സാഹചര്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന ഒരു കാലം മുസ്ലിം ലീഗിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ബാഫക്കി തങ്ങളും സിദി സാഹിബും CH എല്ലാം മുൻകൈയെടുത്ത് മലപ്പുറത്ത് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. MPM ഹസൻകുട്ടി കുരിക്കൽ, മാനുകുരിക്കൽ എന്ന് സ്നേഹമുള്ളവർ, സ്നേഹജനങ്ങൾ വിളിക്കുന്ന അദ്ദേഹം സ്ഥാനാർത്ഥിയായാൽ പോരല്ലോ, നോമിനേഷൻ കൊടുക്കണ്ടേ? ആര് പോകും കൂടെ? നേതാക്കന്മാരല്ലാതെ മറ്റാരുമില്ല പോകാൻ. ആ സമയത്താണ് ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ് വരുന്നത്. അദ്ദേഹത്തിന്റെ കറുത്ത കാറിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കെട്ടി ഹസൻകുട്ടി കുരുക്കളെയും കയറ്റി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ പോയ ഒരു പോക്കിനെ കുറിച്ച് MC വടകര വിശദീകരിക്കാറുണ്ട്. ആ കാറ് മഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട്ട് എത്തുന്നവരെ ഏറനാടിന്റെ തെരുവീതികളിൽ ധാരാളം പ്രായമായവരും സ്ത്രീകളും അത്ഭുതത്തോടുകൂടി ആ യാത്ര നോക്കി നിന്നുവെന്നാണ് MC വിശദീകരിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ആദ്യമായി കാണുകയാണ്. തോൽക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം അത്രമേൽ മുസ്ലിം ലീഗിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ രാജിവെച്ച് പോവുകയും നേതാക്കന്മാർ പാകിസ്ഥാനിലേക്ക് പോവുകയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും മുസ്ലിം ലീഗിന്റെ പേര് ബോംബെയിൽ ഫോർത്ത് പാർട്ടി എന്നാക്കി മാറ്റുകയും ഡൽഹിയിൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടൽ ദിനമാചരിക്കുകയും ഒക്കെ ചെയ്ത കാലമാണ്. ഞാനത് വിശദീകരിച്ചാൽ ഏറെ സമയമെടുക്കും. നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ വിശദീകരിക്കാം. ആ സന്നിഗ്ധ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ധീരമായ നേതൃത്വം കൊടുത്ത നേതാവാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും സിദി സാഹിബും. 950 ആ തെരഞ്ഞെടുപ്പിൽ ഹസൻകുട്ടി കുരിക്കൽ ഉജ്ജ്വലമായ വിജയം നേടി. 956 കേരളപ്പിറവി കണ്ടു. 957 കേരളം ഒരു സംസ്ഥാനമായി. ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 MLA-മാരെ വിജയിപ്പിക്കാൻ നമുക്ക് സാധ്യമായി. ഒരാളെ മത്സരിക്കാൻ കിട്ടാത്ത പാർട്ടിയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 8 MLA-മാരെ കേരള നിയമസഭയിലേക്ക് ജയിപ്പിച്ചു വിടുന്നത്. അതിനുശേഷം 60-ൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്നു. ഒന്നിച്ചു മത്സരിക്കണം, ഒന്നിച്ച് മത്സരിക്കും, ഒന്നിച്ച് ജയിക്കും, ഒന്നിച്ച് ഭരിക്കുമെന്നായിരുന്നു മുദ്രാവാക്യം. മുസ്ലിം ലീഗും കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന PSPയും ഒന്നിച്ചാണ് മത്സരിച്ചത്. പക്ഷേ ഒന്നിച്ച് ജയിച്ചു, ഒന്നിച്ച് മത്സരിച്ചു, ഒന്നിച്ച് ജയിച്ചു. ഒന്നിച്ച് ഭരിക്കുന്ന ഘട്ടം വന്നപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം തരില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ബാഫക്കി തങ്ങൾ പറഞ്ഞു, വേണ്ട, നമുക്ക് മന്ത്രിസ്ഥാനം എന്താണോ കിട്ടുന്നത് അത് ഏറ്റെടുക്കണം. അങ്ങനെ സ്പീക്കർ പദവി തന്നു. സിദി സാഹിബ് സ്പീക്കറായി. സിദി സാഹിബിന്റെ 961 ഏപ്രിൽ 17 സിദി സാഹിബ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി CH സ്പീക്കറായി. അത് ബാഫക്കി തങ്ങളുടെ തീരുമാനമായിരുന്നു. നമുക്ക് എന്താണോ നിഷേധിച്ചത് അത് നമ്മെ തേടി വരും, നിങ്ങൾ കാത്തിരിക്കൂ എന്നായിരുന്നു ലക്ഷക്കണക്കിന് മുസ്ലിം ലീഗ് അണികളോട് ബാഫക്കി തങ്ങൾ നിർദ്ദേശിച്ചത്. പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു. എന്തിനാണ് ആ മുന്നണിയിൽ തുടരുന്നത്, എന്തിനാണ് സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നൊക്കെ. പക്ഷെ ബാഫക്കി തങ്ങൾ പറഞ്ഞു, നമുക്കത് ഏറ്റെടുക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് ആദ്യമായി കിട്ടുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. അത് ഉപേക്ഷിക്കുന്നത് ശരിയല്ല, ഏറ്റെടുത്തേ പറ്റൂ എന്ന് ബാഫക്കി തങ്ങൾ കട്ടായം പറഞ്ഞു. നേതാക്കന്മാർ അനുസരിച്ചു. അങ്ങനെയാണ് നമ്മൾ സ്പീക്കർ പദവി ഏറ്റെടുക്കുന്നത്. ആ ഗവൺമെന്റ് കാലാവധി തികച്ചു. പക്ഷെ അതിനു മുമ്പേ നമ്മൾ രാജിവെച്ച് പോന്നു. CH കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു. അദ്ദേഹം പാർലമെന്റിലേക്ക് ജയിക്കുകയും ചെയ്തു. 65-ൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത, മുന്നണി സംവിധാനമില്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിനാൽ രാഷ്ട്രപതി ഭരണം വന്നു. 67-ൽ നമ്മൾ വീണ്ടും ഒരു മുന്നണിയുടെ ഭാഗമാവുകയാണ്. 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു. 67-ൽ ആ മുന്നണിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും PSPയും KTPയും എല്ലാം ഉൾക്കൊള്ളുന്ന 7 കക്ഷികൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. 67-ൽ അധികാരത്തിൽ വന്ന ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഒന്ന് CH വിദ്യാഭ്യാസ മന്ത്രിയും 2 ബാപ്പു കുരിക്കൽ പഞ്ചായത്ത് മന്ത്രിയും. പ്രിയപ്പെട്ടവരെ, ആ ഭരണത്തിൻ്റെ പങ്കുവെച്ചുകൊണ്ടാണ്
നമ്മൾ 68-ൽ കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ചത്, 69-ൽ മലപ്പുറം ജില്ല നേടിയെടുത്തതും. ബാഫഖി തങ്ങളുടെ പ്രാമാണികത തെളിയിക്കപ്പെട്ട സന്ദർഭമായിരുന്നു അത്. ബാഫഖി തങ്ങളാണ് മുന്നണിയുടെ ശില്പി. 69-ൽ അവിശ്വാസ പ്രമേയം വന്നു. ആ ഗവൺമെന്റ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി പദവി രാജിവെച്ചു. മന്ത്രിസഭ ഇല്ലാതായി. പക്ഷെ നിയമസഭ പിരിച്ചുവിടണമെന്ന് പറയാൻ അദ്ദേഹം വിട്ടുപോയിരുന്നു. അതുകൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പില്ലാതെ പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ സാഹചര്യം ഒത്തുവന്നു. ആര് മുഖ്യമന്ത്രിയാകും എന്ന ഒരു ആശങ്ക കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു. എല്ലാവരും ബാഫഖി തങ്ങളെ പരിഹാരത്തിന് വേണ്ടി സമീപിച്ചു. ബാഫഖി തങ്ങൾ പറഞ്ഞു, സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയാവട്ടെ. സി അച്യുതമേനോൻ രാജ്യസഭ MP ആണ്. അദ്ദേഹം ഡൽഹിയിലാണ് പ്രവർത്തനം. CPI നേതാവാണ്. CPIക്കാർ പോലും അന്തം വിട്ടുപോയി. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമോ? അവരത്ഭുതം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ബാഫഖി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്നു എന്നാണ്. തങ്ങൾ പറഞ്ഞു, സി അച്യുതമേനോൻ വരട്ടെ. അങ്ങനെ തൊട്ടടുത്ത ഫ്ലൈറ്റിൽ സി അച്യുതമേനോൻ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു. ബാഫഖി തങ്ങളടക്കമുള്ളവർ പോയി സ്വീകരിക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നു. കേരളത്തിലെ ആദ്യത്തെ ഐക്യമുന്നണി സംവിധാനം അതാണ്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ശില്പിയാണ് ബാഫഖി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് അച്യുതമേനോൻ ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. 70-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നെ ആന്റണി മുഖ്യമന്ത്രിയാകുന്നത്. പിന്നെ PKV മുഖ്യമന്ത്രിയാകുന്നത്. 79-ൽ CH മുഖ്യമന്ത്രിയാകുന്നതും ആ മുന്നണി സംവിധാനത്തിൻ്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വന്നെങ്കിലും 1967 മുതൽ 80 വരെ 13 കൊല്ലക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടർച്ചയായി. പ്രിയപ്പെട്ട MSFകാരെ, നിങ്ങളുടെ അനുഭവം എന്താണ്? 5 കൊല്ലം ഇടതുപക്ഷം, 5 കൊല്ലം UDF അല്ലേ? എന്നാൽ 1967 മുതൽ 80 വരെ 13 കൊല്ലക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരണത്തിലിരുന്നു, കേരളം ഭരിച്ചിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 69 മുതൽ 80 വരെ 11 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെട്ടത് ബാഫഖി തങ്ങൾക്കാണ്. ബാഫഖി തങ്ങൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ ഒരു അരിക്കച്ചവടം നടത്തുന്ന കച്ചവടക്കാരനായിരുന്നു. കേരളത്തിൽ പട്ടിണി നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് റേഷൻ കടകളിലേക്ക് അരി എത്തിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിക്കാത്ത ഘട്ടത്തിൽ കേരളത്തിലെ റേഷൻ കടകളിലേക്ക് അരി വിതരണം ചെയ്യാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ വ്യാപാരി കൂടിയായിരുന്നു ബാഫഖി തങ്ങൾ. ആലോചിച്ച് നോക്കൂ എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു ബാഫഖി തങ്ങൾക്കെന്ന്. മറ്റൊരു പ്രത്യേകത, CH സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തുടർ പഠനത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് പഠനം വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ കൊയിലാണ്ടിയിലെ സ്കൂളിലെ അറബി പഠിപ്പിച്ച അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ തൻ്റെ ഡിവിഷൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ അറബി പഠിക്കുന്ന കുട്ടികളെ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി കൊയിലാണ്ടിയുടെ പരിസര പ്രദേശത്തൊക്കെ കുട്ടികളെ തെരഞ്ഞു നടത്തുന്ന സമയമാണ്. അങ്ങനെ അദ്ദേഹം കണ്ടെത്തി, അത്തോളിയിലെ ആലിമുല്ലാക്കയുടെ മകൻ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ പഠിപ്പിക്കാൻ വാപ്പാക്ക് പണമില്ല. കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവനെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഈ അറബി അധ്യാപകൻ അദ്ദേഹത്തെ CHനെ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യം എന്താണെന്നറിയോ? ബാഫഖി തങ്ങൾ തൻ്റെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 10 കുട്ടികളെ എല്ലാ വർഷവും ദത്തെടുക്കും. അവർക്ക് ആവശ്യമായ പുസ്തകവും വസ്ത്രവും സ്കോളർഷിപ്പും നൽകുക ബാഫഖി തങ്ങളുടെ ഒരു പതിവായിരുന്നു. അങ്ങനെ ബാഫഖി തങ്ങൾ ഒരു വർഷം കണ്ടെത്തുകയും പഠിപ്പിക്കാൻ ദത്തെടുക്കുകയും ചെയ്ത കുട്ടിയാണ് CH എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആ CHനെ പഠിപ്പിക്കുന്നതും ആ CHനെ വളർത്തിക്കൊണ്ടുവരുന്നതും പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതും ബാഫഖി തങ്ങളുടെ ഗുരുത്വം കൊണ്ട് CH വളർന്നു വരുന്നതും മുസ്ലിം ലീഗ് ചരിത്രത്തിലെ രസകരമായിട്ടുള്ളൊരു അധ്യായമാണ്. ബാഫഖി തങ്ങളുടെ മഹത്വം CHനെ പോലെ ഒരു നേതാവിനെ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും സംഭാവന ചെയ്യാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വ ഗുണം ഇടയായി എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇനിയും ഏറെ കാര്യങ്ങൾ ബാഫഖി തങ്ങളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായി പറയാം. ബാഫഖി തങ്ങൾ എല്ലാ വർഷവും വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുമായിരുന്നു. ഓരോ വർഷവും പോകുമ്പോഴും എല്ലാ ബാധ്യതയും ഏൽപ്പിച്ചുകൊണ്ടാണ്, എല്ലാ കണക്കുകളും തീർത്തുകൊണ്ടാണ്, എല്ലാ ചുമതലയും മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ടാണ്. ഒരു അവസാന യാത്ര പോലെയാണ് ഓരോ വർഷവും ബാഫഖി തങ്ങൾ ഹജ്ജിന് പോവുക. തിരിച്ചു വന്നാൽ കാണാമെന്നല്ലാതെ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് അദ്ദേഹം
പുറപ്പെട്ടു പോവാറുള്ളത്. അവസാനത്തെ ഹജ്ജിനും അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് എല്ലാ കണക്കുകളും ബോധ്യപ്പെടുത്തി കച്ചവടം മക്കളെ ഏൽപ്പിച്ച് അങ്ങനെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാവരുമായും ഏൽപ്പിച്ച് എല്ലാ ഉത്തരവാദിത്വം നിന്നും ഒഴിഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹം ഹജ്ജിന് പോവുക. തിരിച്ചു വന്നാൽ എല്ലാം ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ അവസാനത്തെ ഹജ്ജ് യാത്രയിൽ അദ്ദേഹം തിരിച്ചു വന്നില്ല. മക്കത്ത് വെച്ച് അദ്ദേഹത്തിന് പനി ബാധിക്കുകയും ഹജ്ജ് കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് അവശനായി മുറിയിൽ കിടക്കുകയും ആ പനിയോട് കൂടി തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഖദീജ ബീവിയുടെ ഖബറിനോട് തൊട്ടടുത്ത് ബാഫഖി തങ്ങളും അന്തി ഉറങ്ങുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ മലബാറിലും കേരളത്തിലും ശക്തിപ്പെടുത്തുന്നതിൽ കേരളപ്പിറവിക്ക് ശേഷം ആലപ്പുഴയിൽ ചേർന്ന ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായും ബാഫഖി തങ്ങൾ ഖായിദെ മില്ലത്തിൻ്റെ പിൻഗാമിയായി മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ യശോധാവല്യം പുലർത്തി നറുനിലാവ് പോലെ പ്രശോഭിച്ച ആദരണീയനായ അനുപമ വ്യക്തിത്വമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഖായിദുൽ ഖൗം എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ കാലത്തെയും പ്രാമാണികനായ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങൾ അടക്കം മൺമറഞ്ഞു പോയ മുഴുവൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരും നമ്മുടെ വഴികാട്ടികളാണ്. അവരെല്ലാം ഒരു അനാമത്തെ സ്വത്ത് പോലെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ഹരിത പതാകയാണ് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. ആ പതാക അനന്തര തലമുറകളിലേക്ക് കൈമാറുക എന്ന ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ബാഫഖി തങ്ങളും ഖായിദെ മില്ലത്തും സിദി സാഹിബും സിയച്ചും ഷിഹാബ് തങ്ങളും എല്ലാം വഴികാട്ടികളായി, പൂക്കോയത്തങ്ങളും അടക്കം വഴികാട്ടികളായി നമ്മുടെ മുൻഗാമികളായി നയിച്ചു പോകുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ സൗഭാഗ്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ സന്ദേശ വാഹകരാവാൻ, അതിൻ്റെ പ്രചാരകരാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ കോഡൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരെ, MSFകാരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.